നമസ്കാരം. ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് അത് വോളണ്ടറിലി ക്ലോസ് ചെയ്യാനുള്ള ഈസിയസ്റ്റ് വേ ആണ് സ്ട്രൈക്ക് ഓഫ് എന്ന് പറയുന്നത്. നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന eForm24 ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു LLP സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്ഥാപനം ഒരു വർഷമായിട്ട് യാതൊരുവിധ ട്രാൻസാക്ഷൻസും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ സ്ഥാപനത്തിലെ അസറ്റ്സും ലാബിലിറ്റീസും സീറോ ആയിരിക്കണം. അതായത് നിങ്ങളുടെ ക്രെഡിറ്റേഴ്സിന് എമൗണ്ട് കൊടുക്കാനുണ്ടാവരുത്, മറ്റ് ലോണുകളോ കാര്യങ്ങളോ ഉണ്ടാവരുത്, അങ്ങനെ യാതൊരുവിധ ബാധ്യതകളും ഉണ്ടാവരുത്. അസറ്റ്സും സീറോ ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള എല്ലാ രജിസ്ട്രേഷൻസും ക്യാൻസൽ ചെയ്യാം. GST പോലുള്ള രജിസ്ട്രേഷൻസ് ക്യാൻസൽ ചെയ്യുക. അതുപോലെ തന്നെ കമ്പനിയുടെ പേരുള്ള ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾ നിങ്ങൾ ക്ലോസ് ചെയ്യാം. ഇനി ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, LLPയുടെ ഇനീഷ്യൽ LLP എഗ്രിമെൻറ്റ് മുതൽ എല്ലാ അമെൻമെൻറ്റ് എഗ്രിമെൻറ്റുകളും ഇതിൻ്റെ കൂടെ ഈ ഒരു eForm24ൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ മീറ്റിങ്ങിൽ പാസ് ചെയ്തിട്ടുള്ള റെസൊല്യൂഷൻ, അതുപോലെ തന്നെ LLPയുടെ പാൻ കാർഡിൻ്റെ കോപ്പി, പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ്, അതുപോലെ തന്നെ LLPയുടെ പാർട്ട്നേഴ്സിൻ്റെ KYC, അതായത് അവരുടെ ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ ആവശ്യമുണ്ട്. ഇതുകൂടാതെ ബാങ്ക് ക്ലോസ് ചെയ്തതിൻ്റെ ക്ലോഷർ ലെറ്റർ, LLPയുടെ ലേറ്റസ്റ്റ് ITR അക്നോളജ്മെൻറ്റ്, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ യൂസർ ഫിഡലിറ്റി, അതുപോലെ തന്നെ ഇൻഡെമിനിറ്റി ബോണ്ട്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഈ സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ ആവശ്യമുണ്ട്.